പാതിവില വാഹന തട്ടിപ്പിൽ എൻ രാധാകൃഷ്ണൻ അടക്കമുള്ള ബിജെപി നേതാക്കൾക്കെതിരെ കേസ്. പറവൂർ സ്വദേശി നൽകിയ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് 4 പേർക്കെതിരെ കേസെടുത്തത്. രാധാകൃഷ്ണനെ കൂടാതെ ബിജെപി നേതാക്കന്മാരായ സുമേഷ്, രൂപേഷ് മേനോൻ, കെ.ടി. ബിനീഷ് എന്നിവർക്കെതിരെയും കേസെടുത്തു. ഗോപിക വിശദാംശങ്ങൾ നൽകും. ഗോപിക, എന്താണ് കേസിന്റെ വിവരങ്ങൾ? ഇപ്പോൾ എൻ രാധാകൃഷ്ണൻ ഉൾപ്പെടെ 4 ബിജെപി നേതാക്കൾക്കെതിരെയാണ് കേസെടുത്തത്. ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് കേസ്? അതെ ജിൽസി, പാതിവില വാഹന തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ബിജെപി നേതാവായ രാധാകൃഷ്ണനെതിരെ വീണ്ടും ഇപ്പോൾ ഈ കേസ് വന്നിരിക്കുന്നത്. പറവൂർ സ്വദേശി നൽകിയ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് എൻ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള 4 പേർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. ഇദ്ദേഹത്തെ കൂടാതെ ബിജെപി നേതാക്കന്മാരായ സുമേഷ്, രൂപേഷ് മേനോൻ, കെ.ടി. ബിനീഷ് എന്നിവർക്കെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പാതിവിലയ്ക്ക് ഇരുചക്ര വാഹനം നൽകാമെന്നാണ് പറഞ്ഞ് ഈ പറവൂർ സ്വദേശിനിയിൽ നിന്നും പണം കൈപ്പറ്റുകയും എന്നാൽ 2 വർഷത്തിന് ശേഷവും തുകയോ വാഹനമോ ഇവർക്ക് പണം ആവശ്യപ്പെട്ടപ്പോൾ ആ തുകയും തിരിച്ചു നൽകിയിട്ടില്ല. കൂടാതെ ഇവർക്ക് വാഹനവും ലഭിച്ചിട്ടില്ല. ഇതിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പറവൂർ ചേങ്ങമനാട് സ്വദേശി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ കേസ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ഈ 1ാം പ്രതിയായിട്ടുള്ള ഈ ചേങ്ങമനാട് സ്വദേശി സുമേഷ് ആണ് ഇവരിൽ നിന്നും 63,500 രൂപ വാങ്ങിച്ചുകൊണ്ട് ഈ പാതി വിലയ്ക്ക് പുതിയ സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിൽ നിന്നും പൈസ കൈപ്പറ്റിയിരുന്നത്. ഇതിൽ പ്രകാരം ഈ പാതിവില തട്ടിപ്പ് കേസുമായി മുൻപും പലതരത്തിലുള്ള ആരോപണങ്ങളും കേസുകളും രജിസ്റ്റർ ചെയ്യുന്നത്. അത് സംബന്ധിച്ച് പലതരത്തിലുള്ള ചോദ്യം ചെയ്യലുകൾക്കും ഈ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ബിജെപി നേതാക്കളും എല്ലാം ചോദ്യത്തിന്റെ മുന്നിൽ നിന്നിരുന്നു. എന്നാൽ ഇവർ തന്നെ ഈ രാധാകൃഷ്ണൻ ഉൾപ്പെട്ട ചെയർമാനായിട്ടുള്ള ഒരു ബോർഡായിരുന്നു ഈ സെൻസ് ബോർഡ് എന്ന് പറയുന്ന അവരായിരുന്നു ഇത്തരത്തിലുള്ള NGO ഓർഗനൈസേഷൻ വഴി ഈ പാതിവില തട്ടിപ്പ് ഇതിന് കാരണമായിട്ടുള്ള കേസുകളെല്ലാം തന്നെ മുന്നോട്ട് പോരുന്നത്. എന്നാൽ ഇതെല്ലാം കള്ളമാണെന്നും ഈ പൈസ എല്ലാം തിരിച്ചു കൊടുക്കാമെന്നും എല്ലാം അദ്ദേഹം പ്രസ് മീറ്റ് മുഖാന്തരം നടത്തിയിരുന്നു. എന്നാൽ രാധാകൃഷ്ണൻ അടക്കം 4 ബിജെപി നേതാക്കൾക്കെതിരെയാണ് പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്.